ഇന്ന് നമുക്ക് കുറച്ച് കടലപ്രഥമൻ ഉണ്ടാക്കില്ല. അതിനായിട്ട് വലിയ പരിപ്പുണ്ട്, അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. കുറച്ച് നെയ്യ് വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് നമുക്ക് തേങ്ങ ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ടിരുന്ന് ഫ്രൈ ആക്കി മാറ്റാം. ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കണം, അതും ഫ്രൈ ആക്കി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് അതും ഫ്രൈ ആക്കി നമുക്ക് കോരി മാറ്റാം. അതിനുശേഷം ഒരു കടായി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. കുറേശ്ശെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് വരട്ടിയിട്ടതിന് ശേഷം പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൊണ്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ജീരകവും ചുക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതെല്ലാം കൂടെ ഇറക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കുന്നത് ഒറ്റ ഒരു പാലായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടും തിളച്ച് വന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അതോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കടലപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.